ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചടുക്കളയിലെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 4 മണി പലഹാരം, അതായത് സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ആ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. പല ടൈപ്പ് ഓഫ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് അതുപോലെയാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി. എന്തായാലും എളുപ്പമാണ്. കുറച്ച് റവയിലാണ് ചെയ്യുന്നത്. ഓക്കെ, റവ വെച്ചിട്ടുള്ളൊരു പലഹാരം. അപ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു വയ്ക്കാം. അതായത് സവാള, ഇഞ്ചി, പച്ചമുളക്, 3 കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് മല്ലിയില, ഇത്ര മതി. എന്ത് എളുപ്പമല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഒരു സവാള, ചെറിയ സവാള എടുത്തിട്ട് നമുക്കിങ്ങനെ ഫൈൻലി ചോപ്ഡ്. ഇത്ര ഉള്ളി എടുത്തു. ഇത് ഏറ്റവും ചെറിയ സവാള ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മാക്സിമം, 2 മുതൽ 4 വരെ ആകാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞു വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 3 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചിയായി, പച്ചമുളക് 2 എടുത്തു, 2 ചെറിയ സൈസ് പച്ചമുളക്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ. അപ്പോൾ എല്ലാം ആയി. അപ്പോൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഒരു മിക്സിംഗ് ആണ്. അപ്പോൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ തന്നെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അത് 1 കപ്പ് എടുത്ത് വയ്ക്കുക. ഇനി എല്ലാം കൂടെ ഒരു മിക്സിങ്. ഇത് നമ്മൾ റവ ഫ്രിട്ടേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ പേര് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, റവ ഫ്രിട്ടേഴ്സ്. നമ്മുടെ ഇതിപ്പോൾ ഞാൻ ഈ ബോംബെ റവ എന്ന് പറയാം. അത് ആ പേരിങ്ങനെ അങ്ങനെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. സാധാരണ വൈറ്റ് റവയാണ്, അത്രേ ഉള്ളൂ. ഇത് 1 കപ്പ് റവ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ സാധാരണ റവ. ഇതിനെ ഞാൻ ബോംബെ റവ എന്ന് പറയുന്നത്. ഫൈൻ. ഇത് റോസ്റ്റഡ് റവ കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ സവാള, അതുപോലെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, എല്ലാ കാര്യങ്ങളും ചേർക്കാം. ഇനിയാണ് പ്രധാന കാര്യം. ഒരു 3/4 കപ്പ് തൈര്. അധികം പുളി വേണ്ട, ചെറിയ പുളിയുള്ള തൈര്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കഴിഞ്ഞു. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ സോഡാപ്പൊടിയും തൈരും നല്ല കോമ്പിനേഷനാണ്. ഇത് ഫസ്റ്റ് മിക്സിങ്. കുറച്ച് വെള്ളവും കൂടി നമ്മൾ ചേർക്കും. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഒഴിക്കും. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിയും. ഇപ്പോൾ തൽക്കാലം ഇത് മതി. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് മിക്സായി വന്നു, നല്ല കട്ടി കുറുകിയേ വന്നു. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാകും. കാര്യം റവയാണ്, കുതിർന്ന് വരും. അപ്പോൾ അതിങ്ങനെ പുലിച്ച് വരും. അപ്പോൾ നമുക്കിത് ഫ്രിട്ടേഴ്സിന് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് കോരി ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിന് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി 1 2 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആ ഒരു 15 മിനിറ്റിൻ്റെ സമയമേ എക്സ്ട്രാ എടുക്കുള്ളൂ. നമ്മളിപ്പോൾ റവയും മറ്റു കാര്യങ്ങളൊക്കെ എത്ര സമയം വേണം? ഹാർഡ്ലി 5 മിനിറ്റ് തന്നെ മതി. അരിഞ്ഞെല്ലാം മിക്സ് ചെയ്ത് പിന്നെ മാറ്റി വയ്ക്കുന്ന ഒരു 15 മിനിറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ്സ് ആകാറായി ഓൾമോസ്റ്റ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ വേണം നിർബന്ധമില്ല, സൺഫ്ലവർ ഓയിലാണ്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. നല്ലതാണ്, ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ അത്രേ ഉള്ളൂ, മതി. ഓക്കെ, എണ്ണ ചൂടായി തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ ഇപ്പം നോക്കിയേ, അടപ്പ് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായില്ലേ? തിക്ക് എന്നുള്ളത് മറ്റേ ഇച്ചിരി കുറച്ച് ലൂസായിരുന്നു. ഇപ്പോൾ കട്ടി. ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഇത്രയും കട്ടി വേണമെന്നില്ലല്ലോ, ഒരല്പം. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. അപ്പോൾ എല്ലാം കൂടി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ. ഇനി നമുക്ക് ഇട്ട് തുടങ്ങാം. ഓക്കെ, എനിക്ക് അല്പം കൂടി ആകാം കേട്ടോ. നമുക്ക് കൺസിസ്റ്റൻസി അത്രേ ഉള്ളൂ. 3-4 ടേബിൾ സ്പൂൺ എന്ന് തന്നെ പറയാം. കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് കോരി ഇച്ചിരി ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും. സ്പൂൺ കൊണ്ടൊക്കെ കുഴച്ചാലൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല.
എന്താണെങ്കിലും ലാസ്റ്റ് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി. ഫ്രിറ്റേഴ്സാണ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും വേണം നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇത് 1 കപ്പ് റവയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ. 4 മണി പലഹാരമാണ്. ഇതിങ്ങനെ വറവൽ ഇങ്ങനെ കഴിച്ച് നടക്കാം, ഇഷ്ടമാവും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആവശ്യാനുസരണം. ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് നല്ലതായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇതിൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള ആ ഒരു കാര്യം, ഇഞ്ചി പച്ചമുളക് അതൊക്കെ എന്തായാലും ഉണ്ടല്ലോ, സവാള, പിന്നെ കറിവേപ്പില വേണമെങ്കിൽ ഞാൻ കറിവേപ്പില ഇട്ടില്ല, മല്ലിയില മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കാര്യം. ഇനി ഇതിനെ കുറച്ച് യെലോയിഷ് കളർ കൊടുക്കണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ അത് അങ്ങനെയാകും. പിന്നെ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് ഒന്ന് ചെറുതായിട്ട് ഉടച്ച വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ എന്തൊക്കെ മാറ്റം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കളർ മാറാൻ തുടങ്ങുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തെടുക്കാം. ഓക്കെ, നമ്മളുടെ റവ ഫ്രിട്ടേഴ്സ് റെഡി ആയി കഴിഞ്ഞു. ഗോൾഡൻ ബ്രൗൺ, നല്ല കരികരിപ്പ് എന്തായാലും ഉണ്ടാവും. റവയല്ലേ, റവ എപ്പോഴും നമുക്ക് കരികരിപ്പ് തരുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഈവൻ അതർവൈസ്. പിന്നെ ഇതിനെ നമുക്ക് ഫ്രിട്ടേഴ്സ് എന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം, അതല്ല റവ ബോണ്ടാന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. അങ്ങനെ ഇഷ്ടത്തിന് വിളിക്കാമല്ലോ, നമ്മുടെ ഇഷ്ടം. എടുത്തു തുടങ്ങാം. കളർ കാണുന്നുണ്ടല്ലോ, ഗോൾഡൻ ഗോൾഡൻ, നമ്മുടെ ഉള്ളിവട പോലെയെന്നോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ. ഇത് ശരിക്കും പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ എണ്ണയുടെ ഒരു പാറ്റേൺ തന്നെ മാറും, ശബ്ദം ചെറിയ കിലുക്കം പോലെയാണ് കേട്ടു തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും കുറേ ദിവസം ആകുമ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ. നല്ല കരികരിപ്പ്, ആ ശബ്ദം കേട്ടാൽ അറിയില്ലേ, അത് തന്നെ. ചെറിയ ചെറിയ ബബിൾസ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, എങ്കിലും ഒരു കിലുക്കം പോലെയാണ് എണ്ണ ഇങ്ങനെ ചെറിയ തുള്ളൽ കണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് ബബിൾ. എണ്ണ കുടിക്കൊന്നുമില്ല, പെർഫെക്റ്റായിട്ട്. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കും. ഇതിപ്പോൾ ഞാൻ ഈ സൈസിനുണ്ടാക്കി, ഇതിനെക്കാട്ടിലും കുഞ്ഞായിട്ട് വേണമെങ്കിൽ ഓരോന്ന് രണ്ട് ഇച്ചിരി ഇങ്ങനെ പിച്ച് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം ഒരാൾക്ക് 1, 2, 3 ഒക്കെ കഴിക്കാം ചായയുടെ കൂടെ. ചായക്കടി ഒട്ടും എണ്ണ കുടിക്കില്ല, പിടിക്കുകയേ വേണ്ട. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെ വറുക്കാൻ പോകണം. എന്ത് പെട്ടെന്നല്ലേ നമ്മുടെ ഫ്രിട്ടേഴ്സ് റെഡിയാകുന്നത്. സുഖമായിട്ടാണ്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ടല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി. ഇനി ഇച്ചിരി ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയിലെടുത്തിട്ട് ഇത്രയും ലൂസാക്കാൻ എടുത്തിട്ട് കൈ വെള്ളയിൽ വെച്ചിട്ട് ചെറിയ വട പോലെയൊക്കെ ഷേപ്പ് ചെയ്തും ചെയ്യാം. ഞാൻ എല്ലാ ഓപ്ഷൻസും പറഞ്ഞു തരാണ് കേട്ടോ, ഇഷ്ടമുള്ളത് ചെയ്യും. ഞാൻ കറിവേപ്പിലയും മിസ് ചെയ്തു, ഞാൻ കറിവേപ്പിലയും കൂടെ ചേർക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞു. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ സെക്കൻഡ് ലോട്ട് ഈസ് ഓൾസോ റെഡി. ഇതേ കംപ്ലീറ്റ് ആയി. എടുക്കട്ടെ. കഴിഞ്ഞു, സോ ഫാസ്റ്റ്. അപ്പോൾ ഒരു 4 മണി പലഹാരമായല്ലോ. ചായക്കടി ഇതൊരു 2, 3, 4 എത്ര വേണമെങ്കിലും കഴിക്കാം, ഇഷ്ടമല്ല. ഒരു പാത്രം നിറച്ചുണ്ട്. ഒരു 4, 5 പേർക്ക് ഒന്നിച്ചിരുന്ന് ചുറ്റും ഇത് നടുക്ക് വെച്ചിട്ട് ചുറ്റും വെച്ച് നല്ല ചൂട് ചായയും ചൂട് റവ ഫ്രിട്ടേഴ്സ് അല്ലെങ്കിൽ റവ പക്കോറാസ് അല്ലെങ്കിൽ റവ വേറെ എന്താ പറയാൻ പറ്റുക, നമ്മളെല്ലാം പല പേരുകൾ റവ ബോണ്ട എന്താണെങ്കിലും പറയാമല്ലോ, നമ്മുടെ ഇഷ്ടം. ഓക്കെ, എന്നിട്ട് കഴിക്കുക. ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ, കാണിച്ചു തരാം. സോ നൈസ് ഗോൾഡൻ ബ്രൗൺ, നല്ല കരിക്കരിപ്പ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ, ഈ കരിക്കരിപ്പൊക്കെ പുറമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ വറുത്തതിൽ നിന്നും ഞാൻ എടുക്കുന്നു. അതാകുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി തണുത്തിട്ടുണ്ടാവും. ആഹാ, ശബ്ദം കേട്ടല്ലോ. ദേ ഉള്ളിലൊക്കെ സോഫ്റ്റ്, പുറമേ നല്ല ക്യൂട്ടല്ലേ. നൈസ്. മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റും, അതാണ് എൻ്റെ പ്രത്യേകത. അകത്ത് റവ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ റവയുടെ തരി ഉണ്ടല്ലോ, അതിങ്ങനെ നാക്കിലിങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
പ്ലസ് ഇഞ്ചി പച്ചമുളക് എരിവും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. നിങ്ങൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ ഇതിൻ്റെ കളറേ മാറി കിട്ടും. ഒരു പിങ്ക് കളറിലെ ഫ്രിറ്റേഴ്സ് ആക്കി മാറ്റാം. ചെറുതായിട്ട് ഫൈനായിട്ട് ബീൻസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സലൻ്റ് ആയിരിക്കും. ഓക്കെ, ഒന്നുകൊണ്ടൊന്നും മതിയാവുന്നില്ല എനിക്ക്, ഒരെണ്ണം കൂടെ കഴിക്കാൻ. ഇതിന് കൂടെ വേണമെങ്കിൽ ചമ്മന്തിയോ സോസോ അങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും ആകാം, ഇല്ലാതെയും വെറുതെയും കഴിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ ലൈക്ക് ഷെയർ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. ഇതെല്ലാം കൂടി ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിതെല്ലാം തട്ടിക്കൂട്ടാം. പിന്നെ വറുക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഓക്കെ, കുറച്ച് സാധനങ്ങൾ പോരെ, കുറച്ച് റവയും തൈരും ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സന്തോഷം ഇത്രയും നേരം ക്ഷമയോട് കൂടി കണ്ടിരുന്നതിന്. പിന്നെ ഞാൻ ലാസ്റ്റ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് LN വ്ളോഗ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈം വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.